ഏഷ്യാനെറ്റിലെ ജോലിക്കാരുടെ മാധ്യമപ്രവർത്തകരുടെ ഏറ്റവും വലിയ അവകാശവാദമായിരുന്നു ഞങ്ങളുടെ ചാനലിൽ മാത്രം മാനേജ്മെൻറ്റ് ഇടപെടില്ല എന്നുള്ളത്. ആ അവകാശവാദം കഴിഞ്ഞ ആഴ്ച പൊളിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ആഴ്ച സിന്ധു സൂര്യകുമാർ കവർ സ്റ്റോറിയുമായിട്ട് വരികയാണ്. നമുക്ക് ആ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാം. കാരണം ഇടതുപക്ഷത്തെ കുറ്റം പറഞ്ഞ് ഉള്ള കാശ് വാങ്ങിച്ച് ജീവിച്ചു പോവുക, അല്ലെങ്കിൽ കോഴിക്കാലും കുപ്പിയും കിട്ടുക, അത് മാത്രമാണ് പ്രധാനമുള്ളത്. അത് നടന്നോട്ടെ, അത് കുഴപ്പമില്ല, അവരുടെ തൊഴിലാണ്, നമ്മളതിൽ തൊഴിലിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ നുണ പറയുമ്പോൾ ഇടപെടാലോ. അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയുന്ന പോലെ ഏഷ്യാനെറ്റിനെതിരെ ഒരു പോക്സോ കേസ് വന്നു. നമ്മളെപ്പോഴും പോക്സോ കേസ് എന്ന് പറയുമെന്നല്ലാതെ എന്താണ് അതിൻ്റെ വസ്തുത എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറയാറില്ല. പോക്സോ നിയമം അത് 2012 എന്നാണ് എൻ്റെ ഓർമ്മ. അത് നിലവിൽ വരുന്നത് ഒരു അന്താരാഷ്ട്ര നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് പോക്സോ നിയമവും ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. അല്ലെങ്കിൽ അതിനു മുമ്പും പലരും പോക്സോ കേസിൽ പെടേണ്ടതാണ്. ഒരു കുട്ടി, നേരറിവില്ലാത്തൊരു കുട്ടീനെ വെച്ചിട്ടും മറ്റൊരു വീഡിയോ അല്ലെങ്കിൽ അറിവ് പറയാൻ പാടില്ല, നേരറിവില്ലാത്തൊരു അറിവ് പറയാൻ പാടില്ല എന്നുള്ളതാണ് പോക്സോ നിയമത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലൊന്ന്. അതാണ് ഇവർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ വിഷയത്തിലേക്ക് പോവുകയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ അവരുടെ തന്നെ വിശദീകരണം പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നമുക്ക് ആ വിശദീകരണത്തിലേക്ക് പോവാം. ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളും ഈ മാഫിയയുടെ പ്രവർത്തന രീതിയും ഇതര സംസ്ഥാനത്തു നിന്നും രാസലഹരി കേരളത്തിലേക്ക് എത്തുന്ന കണ്ണികളെക്കുറിച്ചുമൊക്കെയായിരുന്നു അന്ന് ഞങ്ങൾ അന്വേഷിച്ചത്. ബംഗളൂരുവിൽ രാസലഹരി വിതരണം ചെയ്യുന്ന ഡാൻസ് ബാറുകളും തെരുവിൽ രാസലഹരി വിൽക്കുന്നവരെയും ആദ്യ 2 ദിവസം ഞങ്ങൾ ക്യാമറയിൽ പകർത്തി. പരമ്പരയിലെ 3-ാമത്തെ ദിവസം നൽകിയ വാർത്ത സ്കൂൾ കുട്ടികൾക്കിടയിൽ രാസലഹരി ഉപയോഗവും അതുണ്ടാക്കുന്ന ഗുരുതര പ്രശ്നങ്ങളെയും സംബന്ധിച്ചുള്ളതായിരുന്നു. ഈ വാർത്തയിൽ കണ്ണൂരിലെ ഒരു സ്കൂളിലെ 9ാം ക്ലാസ്സുകാരിയെ രാസലഹരി നൽകി സഹപാഠി തന്നെ ചൂഷണം ചെയ്ത സംഭവമാണ് ഞങ്ങൾ വിവരിച്ചത്. എന്നാൽ ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ലെന്നും ഏഷ്യാനെറ്റ് ന്യൂസ് വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയാണെന്ന തരത്തിൽ CPM-മായി ബന്ധപ്പെട്ട സൈബർ കൂട്ടായ്മകളിൽ ഇപ്പോൾ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. ഇതിന്റെ വസ്തുത എന്താണെന്ന് പ്രേക്ഷകരോട് ഞങ്ങൾ പറയാം. ഇക്കഴിഞ്ഞ വർഷം ജൂലൈ 28-നാണ് ഇങ്ങനെയൊരു പരാതി പെൺകുട്ടിയുടെ മാതാപിതാക്കൾ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നൽകുന്നത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീജിത്ത് കൊടേരിക്കായിരുന്നു അന്വേഷണ ചുമതല. വിശദമായ അന്വേഷണത്തിന് ശേഷം സഹപാഠിക്കെതിരെ പോലീസ് ഇതിനോടകം തലശ്ശേരി പോക്സോ കോടതിയിൽ കുറ്റപത്രവും നൽകിയിട്ടുണ്ട്. ഈ കുട്ടി അന്ന് മാതാപിതാക്കളോടൊപ്പം ഞങ്ങളുടെ അടുത്തെത്തി നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു. ഇതുപോലുള്ള സംഭവം ഇനി ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം എന്ന നല്ല ഉദ്ദേശത്തിലായിരുന്നു മാതാപിതാക്കൾ നടന്ന കാര്യങ്ങളെല്ലാം പുറംലോകത്തെ അറിയിക്കാൻ അന്ന് തയ്യാറായത്. ഇൻട്രൊഡ്യൂസ് ആക്കി നിന്റെ ഡിപ്രഷൻ മാറ്റാൻ വഴി സാധനം നല്ലതാണ്, നിന്റെ ഡിപ്രഷൻ കുറയൂ. അപ്പോൾ അതിന്റെ ഐറ്റിന് അഡിക്റ്റ് ആയി. വൺസ് ഹി വാസ് സോ ആംഗ്രി ദാറ്റ് ഹി കിക്കാക്കി എൻ്റെ വയറിൽ. ഈ മെന്റൽ ടോർച്ചർ ഇപ്പം ഭയങ്കര കൊടുത്തിട്ട് ആ സാധനത്തിന് ഭയങ്കര അഡിക്റ്റ് ആയി. സെക്ഷലി അബ്യൂസ് ആക്കുന്നുണ്ട്, ഭയങ്കര വയലന്റ് ആയി പോകും. മോർ 10 ഗേൾസ് ആർ ട്രാപ്ഡ് ലൈക്ക് ദിസ്. പോക്സോ കേസ് ആയതിനാൽ പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും ഐഡന്റിറ്റി ഒരു തരത്തിലും പുറത്തു പോകാത്ത വിധമായിരുന്നു അന്ന് ഞങ്ങൾ ഇത് ചിത്രീകരിച്ച് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചത്. ഈ അന്വേഷണ പരമ്പര സർക്കാരിന്റെ ലഹരി വിരുദ്ധ പോരാട്ടങ്ങളെ സഹായിക്കുമെന്നായിരുന്നു മന്ത്രി MP രാജേഷ് അന്ന് പ്രതികരിച്ചത്. ലഹരി മാഫിയയുടെ പിടിയിൽ ആരും അകപ്പെടാം എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ നിങ്ങളുടെ പരമ്പര പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഈ പ്രക്രിയയാണ്. ഇതെല്ലാം വ്യാജ വാർത്തയാണെന്ന് സൈബർ ഇടങ്ങളിൽ CPM അനുകൂല ഗ്രൂപ്പുകൾ പ്രചരണം നടത്തുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ സംഭവങ്ങളെല്ലാം നടന്നതാണെന്ന് ഈ വിവാദത്തിന് ശേഷവും പെൺകുട്ടിയുടെ പിതാവ് ഞങ്ങളോട് പറഞ്ഞത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഈ ഏഷ്യാനെറ്റ് ന്യൂസ് നൽകിയ ഈ വാർത്ത വ്യാജമാണെന്നാണ് വലിയ പ്രചാരണമൊക്കെ നടക്കുന്നത്. ഇങ്ങനെ തങ്ങളുടെ മകളുടെ ഇങ്ങനെ ലഹരി മരുന്ന് നൽകി പീഡിപ്പിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ കേസ് ഇപ്പോൾ കോടതിയിലുണ്ട്. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചിട്ടുള്ളത്. ആ വാർത്ത ഒന്നും വ്യാജമല്ല, സത്യമായ വാർത്ത തന്നെയാണ്. അതിലൊന്നും വ്യാജമായിട്ട് വന്ന ഓഫർ തന്നെയാണ് അത് അന്ന് ഇന്റർവ്യൂ ചെയ്തത് എൻ്റെ മകളെ. അതിലൊന്നും വ്യാജമായിട്ട് വന്ന ഓഫർ തന്നെയാണ് അത് അന്ന് ഇന്റർവ്യൂ ചെയ്തത് എൻ്റെ മകളെ. സംസാരിച്ചതും അതിൻ്റെ ബൈറ്റ് എടുത്തതും ഓഫർ തന്നെയായിരുന്നു ഏഷ്യാനെറ്റിൻ്റെ. അതിലൊരു കള്ളത്തരമില്ല. വിശദീകരണം നമ്മൾ കൃത്യമായി കേട്ടുല്ലോ. ജൂലൈ 28-ാം തീയതി ഒരു കുട്ടി വന്ന് പരാതി കൊടുക്കുന്നു സ്റ്റേഷനിൽ. അതിനുശേഷം ഓഗസ്റ്റ് 10-ാം തീയതി 3 മാധ്യമങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ആ ഇൻ്റർവ്യൂവിൽ പറയുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറയുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു വീഡിയോ ആർക്കും കിട്ടിയിട്ടില്ല. നവംബറിൽ ഇവർ ഒരു പരമ്പര ആരംഭിക്കുന്നു. യോദ്ധാവ് എന്ന് പറഞ്ഞ കേരള സർക്കാരിൻ്റെ കുട്ടികളുടെ ഇടയിലെ ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അതിനെ ഇകഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഈ പരമ്പര. അതിലാണ് മറ്റൊരു കുട്ടീനെ വെച്ച് ഈ ശബ്ദം വെച്ച് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കിതിൻ്റെ വസ്തുതകൾ നേരിട്ടൊന്ന് കാണാം. ഓഗസ്റ്റ് 10-ാം തീയതി 3 മാധ്യമങ്ങൾക്ക് കൊടുത്ത ഇന്റർവ്യൂവിന്റെ കൂടെ ഇവർക്കും നൽകുന്ന ഇന്റർവ്യൂ, ഇതിൽ പറയുന്നതിൽ വസ്തുത പെശകുണ്ട്. അത് ഇതിന്റെ കൂടെ കാണിക്കാം. നല്ലതാണ്, നിന്റെ ഡിപ്രഷൻ കുറയൂ. അപ്പോൾ അതിൻ്റെ ഐറ്റിന് അഡിക്റ്റ് ആയിട്ട് ഇവന് ഞാൻ ഹെയ്റ്റ് ആക്കുന്ന ഒരു സ്വഭാവം കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. ആഫ്റ്റർ ഹാവിംഗ് റിലേഷൻ ഹി ഗെറ്റ്സ് വയലന്റ് ആൻഡ് ഓൾ. സാധനം ഉപയോഗിക്കാൻ ഭയങ്കര കമ്പലാക്കും. എന്തൊക്കെ മയക്കുമരുന്നുകളാണ് യൂസ് ചെയ്യിപ്പിച്ചത്? ഞാൻ ഓൺലി ഗാഞ്ച, ഓൺലി വീഡ് ഞാൻ യൂസ് ആക്കിയിട്ടുണ്ട്. കമ്പലാക്കും. എന്തൊക്കെ മയക്കുമരുന്നുകളാണ് യൂസ് ചെയ്യിപ്പിച്ചത്? ഞാൻ ഓൺലി ഗാഞ്ച, ഓൺലി വീഡ് ഞാൻ യൂസ് ആക്കിയിട്ടുണ്ട്. ഇതര സംസ്ഥാനത്തു നിന്നും രാസലഹരി കേരളത്തിലേക്ക് എത്തുന്ന കണ്ണികളെക്കുറിച്ചുമൊക്കെയായിരുന്നു അന്ന് ഞങ്ങൾ അന്വേഷിച്ചത്. ബംഗളൂരുവിൽ രാസലഹരി വിതരണം ചെയ്യുന്ന ഡാൻസ് ബാറുകളും തെരുവിൽ രാസലഹരി വിൽക്കുന്നവരെയും ആദ്യ 2 ദിവസം ഞങ്ങൾ ക്യാമറയിൽ പകർത്തി. പരമ്പരയിലെ 3-ാമത്തെ ദിവസം നൽകിയ വാർത്ത സ്കൂൾ കുട്ടികൾക്കിടയിൽ രാസലഹരി ഉപയോഗവും അതുണ്ടാക്കുന്ന ഗുരുതര പ്രശ്നങ്ങളെയും സംബന്ധിച്ചുള്ളതായിരുന്നു. ഈ വാർത്തയിൽ കണ്ണൂരിലെ ഒരു സ്കൂളിലെ 9ാം ക്ലാസ്സുകാരിയെ രാസലഹരി നൽകി സഹപാഠി തന്നെ ചൂഷണം ചെയ്ത സംഭവമാണ് ഞങ്ങൾ വിവരിച്ചത്. ഓഗസ്റ്റ് 10-ാം തീയതി ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ
ഓഗസ്റ്റ് 12 തീയതി ഇതനുസരിച്ച് മാധ്യമങ്ങളിൽ ഇതിൻ്റെ വസ്തുതയായിട്ട് പോലീസ് റിപ്പോർട്ട് വരുന്നുണ്ട്. ഈ കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് ഇതിൻ്റെ ഒരു കാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഈ വാർത്ത അവിടെ മരിക്കുന്ന ഒരു വാർത്തയാണ്. ഒരു വിവരം കിട്ടി അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വസ്തുത അന്വേഷണം ഇല്ലാതെ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കഥ മാത്രമാണ് ഈ വാർത്ത ഉള്ളത്. ഞാൻ മാത്രമേ തന്നിട്ടുള്ളൂ. അറിയുന്നു. സമാന രീതിയിൽ കെണിയിലായ 11ഓളം പെൺകുട്ടികളെ അറിയാമെന്നും ഒരു പെൺകുട്ടി 24 വെളിപ്പെടുത്തി. ഇത്രയൊക്കെ ഉണ്ടാവുമ്പോൾ മറ്റൊരു കുട്ടീനെ വെച്ച് ഇവർ ഈ വീഡിയോ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് നൗഫൽ ഇൻ്റർവ്യൂ ചെയ്തതാണ്. നൗഫൽ ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിക്കില്ല. നൗഫൽ അല്ല ചെയ്തിരിക്കുന്നത്. ഉപയോഗിച്ച ഒരു ദൃശ്യത്തിൻ്റെ പേരിൽ അല്ല, ക്രിയേറ്റ് ചെയ്ത നിർമ്മിച്ച ഒരു ദൃശ്യത്തിൻ്റെ പേരിൽ ശബ്ദം വേറെയാണ്. സിന്ധു സൂര്യകുമാർ, PG സുരേഷ് കുമാർ, വിനു വി ജോൺ, അബ്ജോദ് വർഗീസ്, ആർക്ക് വേണമെങ്കിൽ ഇതിലൊരു വിശദീകരണം പൊതുസമൂഹത്തിൽ നൽകാൻ തയ്യാറാവുകയാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ മറുപടി തരാം. നിങ്ങൾ ചെയ്തത് തെറ്റാണ്. നിങ്ങൾ രണ്ടാമതൊരു ഇൻ്റർവ്യൂ ആ കുട്ടീനെ ചെയ്തിട്ടില്ല എന്നുള്ള വസ്തുത പറയാതെ നിങ്ങൾ എത്ര കാലം മുന്നോട്ട് പോയാലും ഇത് നിങ്ങളുടെ മുമ്പിൽ സത്യമായിട്ട് നിൽക്കും. ഇത്രയും പറയുന്നു. നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ അഹംഭാവത്തിൻ്റെ മേലെ ഇതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ലാതാവും എന്നുള്ളത് കൊണ്ടാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.